ഹായ്, ഇന്ന് സോയാബീൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വലിയ സോയാബീനല്ല, ചെറുതാണ്, ഈ കടല പോലെ ഇരിക്കുന്നത്. അതാണ് എനിക്കിഷ്ടം. വലുതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഇട്ടു. ഒരു 3 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്തിട്ടേക്കാണ്. ആ സമയം കൊണ്ട്, ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, സവോള, ഇഞ്ചി എല്ലാം നന്നാക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചൂടായതുകൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ എൻ്റെ കയ്യിൽ ബ്ലേഡ് കുത്തിക്കയറി കേട്ടോ. മിഷ്യത്തിൻ്റെ ട്രോയിൽ ബ്ലേഡ് കിടക്കണ്ടായിരുന്നു. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അരിയാൻ പോട്ടെ, എന്തെങ്കിലും തിന്നണമെങ്കിൽ ദോശയൊന്നും മുറിക്കാൻ പറ്റില്ലായിരുന്നു രാവിലെ. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് കേട്ടോ ഇടണേ. ഇനി അത് അരിയാൻ നിൽക്കണ്ടല്ലോ. ചതച്ചിടുമ്പോൾ കൂടുതൽ ടേസ്റ്റും കിട്ടും. അപ്പോൾ ചതച്ചെടുക്കട്ടെ കേട്ടോ. മുത്ത് നല്ല ഉറക്കമാണ്. പൊന്നു സ്കൂളിലും പോയിട്ടുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് കറിയാക്കാമെന്ന് വിചാരിച്ച് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒത്തിരി എരിവ് വേണ്ടെന്ന് വിചാരിച്ച്. എളുപ്പത്തിലുള്ളൊരു കറിയാണ്. അപ്പത്തിനോ ചപ്പാത്തിക്കോ ദോശയ്ക്കോ എല്ലാത്തിനും പോകും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് സോയാബീന്. ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ആ തിളപ്പിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞു. എന്നിട്ട് വേറെ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അതിനൊരു മക്ക് ചൊവയുണ്ടാവും. ആ ചൊവ പോയാലാണ് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് പിഴിഞ്ഞ് കഴിയുമ്പോൾ ആ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം ഉള്ളിലെ ആ അഴുക്കെല്ലാം പോയി. ടേസ്റ്റ് മാറിക്കിട്ടണമെങ്കിലേ പിഴിയാൻ ഇച്ചിരി പാടാണ്. എന്നാലും കഴിക്കുന്ന ടേസ്റ്റ് ഓർക്കുമ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പം മുത്തെഴുന്നേൽക്കുമോയെന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. എല്ലാം പിഴിഞ്ഞ് തീർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ മറ്റേ വലിയ സോയാബീനാണെങ്കിൽ നമ്മളതൊന്ന് മുറിച്ചും കൂടി എടുക്കണം. അല്ലെങ്കിൽ ഭയങ്കര വലിപ്പം പോലെ തോന്നും. ഇത് ചെറുതായതുകൊണ്ട് കടലയുടെ വലിപ്പമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കാര്യം കഴിയും കേട്ടോ. എളുപ്പത്തിൽ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. കാണിച്ചു തരാം. ഈ വെള്ളം കാണിച്ചു തരാം കേട്ടോ. വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ, വെള്ളം അത് ഇത്ര അഴുക്ക് അതിനകത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് എല്ലാ കറികളുമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊന്നും ഇല്ലാതെ എന്ത് മസാലക്കറി ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. പച്ചമുളക് അതിൻ്റെ ഒപ്പം തന്നെ ഇട്ടു. ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ടൊന്നും ഇടാനൊന്നും നിന്നില്ല. എല്ലാം ഒന്നിച്ചിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഇന്ന് സോയാബീൻ അല്ലാതെ വേറെ കറിയൊന്നും ഇല്ല കേട്ടോ. അച്ചാർ ഇരിക്കുന്നുണ്ട്. അച്ചാർ എപ്പോഴൊന്നും ഉപയോഗിക്കാൻ കൊള്ളില്ലല്ലോ. കറിവേപ്പില ഈ പ്രാവശ്യം കുറച്ചധികം കറിവേപ്പില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. സവോള തീയും വലിയ സവോളയല്ലാത്ത മൂക്കാത്ത പോലത്തെ സവോളയാണ് കേട്ടോ. വഴന്നു വരുമ്പം കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 സവോള എടുത്തത്. അല്ലെങ്കിൽ ഒരെണ്ണമൊക്കെ മതിയാവും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ഗരം മസാലയ്ക്ക് പകരം ഞാൻ അല്ലാതെ പാക്കറ്റിൽ കിട്ടുന്ന മീറ്റ് മസാല എടുത്തത്. അപ്പോഴത്തേക്കും മുത്ത് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഹായ് പറഞ്ഞപ്പം അവളും അവിടെ നിന്ന് ഹായ് പറയാണ്. അപ്പോൾ സ്പൂൺ എനിക്ക് ശരിക്കും പിടിക്കാൻ പറ്റണില്ല. ഈ വിരലിലായതുകൊണ്ടേ അതിനകത്തേക്ക് കൊള്ളുന്നു. എന്നാൽ പുറമേ നോക്കിയാൽ വലിയ മുറിവുമില്ല. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് ഇളക്കി പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് കാരണം തന്നെ ഇതിന് വലിയ വേവൊന്നും ഇല്ല കേട്ടോ. അത് ഇട്ട് കൊടുത്ത് ഇളക്കി ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ് മതി കേട്ടോ. നമ്മളെല്ലാം ഒന്ന് തട്ടി പൊത്തി വെച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഒരുപാട് ഗ്രേവി ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം അരപ്പൊക്കെ അതിനകത്തേക്കൊന്ന് പിടിക്കാനുള്ള വെള്ളം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടി വഴറ്റുന്ന സമയത്ത്, സവോള വഴറ്റുന്ന സമയത്ത് ഇട്ടാൽ നല്ലതാണേ. ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ മീറ്റ് മസാല ഇട്ടേക്കുന്നതാണ്. ഞാൻ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഒരു തീ കൂട്ടി വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് എടുത്താൽ മതി കേട്ടോ. കാരണം ചെറിയ സോയാബീൻ ആയതുകൊണ്ട് വെന്തിട്ടിങ്ങനെ അലിന്ന് പോകണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഈ സമയത്ത് മുത്തിന് എന്തെങ്കിലും പാപ്പം എടുത്ത് കൊടുക്കട്ടെ. എന്തെങ്കിലും ഒരു സാധനം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ കൊടുക്കണമല്ലോ. അത് ഞാൻ കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്കും കറിയായിട്ടുണ്ട്. നമുക്ക് ഇതും കൂട്ടി ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കറിയാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയായി.
ഇനി ഇത്തിരി ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ആദ്യം ഞാൻ കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ. ഇത്തിരി ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടാൽ മതി. ഉപ്പ് കുറവാണ്. കുറച്ച് ഒരു നുള്ളുപ്പ് കൂടെ മതി കേട്ടോ. ഉപ്പിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ടു. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കമൻറ്റിലിടണേ. അപ്പോൾ ഇന്നത്തെ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ കേട്ടോ. ബായ്.